ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു അടിപൊളി വീഡിയോസ് തന്നെയാണ്. ഒരു ചുവന്ന വീഡിയോസ് എന്ന് തന്നെ പറയാം. അപ്പം ദുബായിൽ ചൂട് തുടങ്ങി തന്നെ പറയാം. പെരുന്നാളൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു ആഴ്ചയുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല ചൂട് തന്നെ ആവും. അപ്പം ചൂടിൻ്റെ മുന്നോടിയായിട്ട് ദുബായിൽ അതേപോലത്തെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചുവപ്പ് കാഴ്ചകളാണ് കാണാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളെല്ലാം ഒരുത്തരം പ്രത്യേകതരം വാഗമരം എന്നിട്ടുള്ള മരമുണ്ട്. അത് ചൂടിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച അത് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല സൂപ്പർ വീഡിയോസ് തന്നെയാണ്. ദുബായ് യൂണിയൻ ധൈര ഏരിയത്തെ കാഴ്ചകൾ ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ ഉൾപ്പെടുന്നതിൻ്റെ ബാക്കിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. കണ്ടില്ല, വാഗം മരങ്ങൾ പൂത്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ ദുബായിൽ വരുന്ന പല പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് വീഡിയോസാണ്. എല്ലാവിധ കാഴ്ചകളും ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിതാ യൂണിയൻ്റെ പാർക്കിലേക്ക് പോകട്ടെ. അപ്പം എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കാണാം വാഗമരങ്ങൾ പൂത്തിക്കുന്നത്. ദുബായിൽ ചൂട് തുടങ്ങായി. അപ്പം ചൂടിന് മുമ്പോടിയായിട്ടുള്ള കാഴ്ചകൾ. അങ്ങനെ സുഹൃത്തുക്കളെ, ഇവിടുത്തെ വീഡിയോസ് എല്ലാം ഒരുപാട് മുമ്പ് ചെയ്തിട്ടുള്ളത്. അല്ലെ നമ്മൾ സ്കൈറ്റിങ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിങ്ങനെ വന്നിട്ട് ഇതാ യൂണിയൻ മെട്രോയോട് ചേർന്ന് നിൽക്കുന്ന ഈ പാർക്ക് കണ്ടില്ലേ. പാർക്കിൽ ഇതാ വാഗമരങ്ങൾ പൂത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഈ പാർക്കിന്റെ ഭാഗങ്ങളും നല്ല ചുറ്റി കറങ്ങിയിട്ട് നമുക്കൊന്ന് കാണാം. ഒരുപാട് നല്ല കാഴ്ചകളാണ്. ഇത് വന്നിട്ട് മുനിസിപ്പാലിറ്റി ഓഫീസാണ് ഈ ഭാഗത്തെല്ലാം വരുന്നത്. ഓക്കെ, അടിപൊളിയാണ്. സ്കൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകട്ടെ. സ്കൈറ്റിംഗ് മേലെ തന്നെ ആയിക്കോട്ടെ നമ്മളെ വീഡിയോസ് എന്ന് പറയുന്നത്. അടിപൊളി, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവട്ടെ. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനെ സ്കൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവാന്ന് മാത്രം. അടിപൊളി ചുവന്ന അന്തരീക്ഷം. ദുബായിൽ ചൂട് തുടങ്ങായി. ചൂടിന് മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗമരങ്ങൾ പൂത്തു തുടങ്ങി. ഗുൽമോഹർ എന്ന പരിണാമത്തിൽ അറിയപ്പെടുന്ന വാഗമരങ്ങൾ പൂത്തു തുടങ്ങി. ദുബായിലെ ഗൾഫ് കൺട്രികളിലും പല ഭാഗങ്ങളിലും ഇതുപോലത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ പാർക്കിൻ്റെ ഉള്ളിലത്തെ നല്ല അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ സ്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോണ്. അടിപൊളി, ഒരുപാട് പേരവിടെ വന്നിട്ടുള്ളത്. അതിലിടയ്ക്ക് നമുക്ക് ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ട് പോകാമെന്ന് മാത്രം. വേണ്ട, എങ്ങനെയുണ്ട്? വാഗമരങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ചകൾ അടിപൊളിയാണ്. ദുബായിലെ ചൂടിനെ വരവേൽക്കാനാണ് സാധാരണ ഈ വാഗമരങ്ങൾ പൂത്തു നിൽക്കാറ്. അല്ല, അടിപൊളി, ഒരുപാട് പേരുണ്ട് ഇവിടെ. നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പോകാമെന്ന് മാത്രം. വോളിബോൾ എല്ലാം കളിക്കുന്നുണ്ട്. ആ മരം എന്തെല്ലാം നോക്കിയേ, എൻ്റെ ഫോൻ്റെ എന്ത് ഭംഗിയല്ല കാണാൻ. സൂപ്പറല്ലേ? അന്ന പോലെ ഈ ഭാഗത്തെല്ലാം ഉണ്ട് കേട്ടാ. ഈ ഭാഗത്തെല്ലാം അതേപോലെ തന്നെയാണ്. ചുവന്ന കാഴ്ചകൾ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. മരെല്ലാം കാണാൻ ഭയങ്കര ലുക്ക്. അങ്ങനെ നമുക്ക് റൗണ്ട് അടിച്ച് പോവാം. കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. ഇവിടുത്തെ ഫുട്ബോൾ കളിക്കണ്ട, ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരാം. നല്ലൊരു ലുക്കാട്ടോ അതിൻ്റെ ഉള്ളിലൂടെ പോവാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. അവിടെ മലയാളീസുകളൊക്കെ മിക്സ് ആയിട്ടുള്ള കളിയാണ്. ഇവിടെ വന്നിട്ട് ആഫ്രിക്കൻസാണ് കൂടുതൽ ഇവിടെ ഈ ഫുട്ബോൾ കളിക്കണതിൽ. ആ ഭാഗത്തെല്ലാം വാഗമരങ്ങൾ പൂത്ത് വെക്കുന്ന കണ്ടില്ലേ. നമുക്കിതാ ഇങ്ങനെ പോവാ. ഇതിലെ ഈ ഭാഗത്തും സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഈ മെട്രോയുടെ ഈ സൈഡിൽ കൂടി അങ്ങനെ അപ്പുറത്ത് കടന്നിട്ട് ആ ഭാഗത്തെ കാഴ്ചകളെല്ലാം കാണാനുണ്ട് നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു സൈഡിലത്തെ വിഷ്വൽ കേട്ടോ. ഇത് വന്നിട്ട് ബസ് സ്റ്റാൻഡാണ്, യൂണിയൻ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിങ്ങോട്ടുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. അടിപൊളി, ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ചോന്ന അന്തരീക്ഷം. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ കുറെ പൂവൊക്കെ കരിഞ്ഞു പോയിന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ലൈറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോസ് തന്നെ ചെയ്തത്. ഇവിടെ എല്ലാ ആൾക്കാരും വന്നിരിക്കുന്നുണ്ടല്ലേ.
ചൂട് തുടങ്ങായിട്ടാ, ചൂടിന് മുന്നോടിയായിട്ടാണ് ഈ മരം ഇവിടെ പൂക്കുക. നമ്മൾ ഇതിൻ്റെ ചാനലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് വീഡിയോസാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈറ്റിൻ്റെ വീഡിയോസ്, ട്രാവൽ വ്ളോഗ്, അതേപോലെ റിവ്യൂ വീഡിയോസ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഒരുപാട് കാഴ്ചകളും പിന്നെ ഷാർജയൊക്കെ ബസ് വിളിക്കുന്നുണ്ട് അവിടെ. പിന്നെ വന്നിട്ട് പറയാന്നുണ്ടെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇവിടെ നമ്മൾ മഴയുടെ വീഡിയോസ് എല്ലാം ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. മഴ വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തത് അവിടെ മാത്രം മഴ പെയ്യാറുള്ളൂ. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് ഇവിടെ നിന്ന് മഴ തന്നെ കിട്ടിയിട്ടില്ല കേട്ടാ, ഇനി കിട്ടാനും പോകുന്നില്ല. ഈ ഭാഗത്തും അടിപൊളിയാണ് കണ്ടില്ലേ, ഭാഗമരങ്ങൾ പൂത്ത് നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അത് ചൂട് തുടങ്ങുന്നതിൻ്റെ സാധ്യതയാണ് ഈ ഭാഗമരങ്ങൾ കാത്തിക്കുന്നത്. ഒരുപാട് പേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. മഴ പെയ്യുന്ന വീഡിയോസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവമായിട്ട് കിട്ടുന്ന മഴകളാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയുടെ വീഡിയോസൊക്കെ എൻ്റെ ഒരു ഷോർട്സ് വന്നിട്ട് 1,00,000 മേലെ പേര് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അയ്യോ അടിപൊളിയാണ്ടാ, അതിനുണ്ട് കാഴ്ച സൂപ്പർ അല്ലേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങി വരാം. ഇവിടെ എല്ലാം ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താറുള്ളത്. സുഹൃത്തുക്കളെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് തന്നെ വേണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. അടിപൊളി അയ്യോ എന്ത് രസമല്ല കാണാൻ, സൂപ്പർ. ഒരുപാട് ആൾക്കാർ സ്കൈറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്യണത് കൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ നോക്കട്ടെ, ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. ഇത് വന്നിട്ട് നേരെ പോകുന്നത് അൾട്രിക റോഡ് അല്ല, നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും നമ്മളിങ്ങനെ ഇതാക്കി കാണിച്ചത് മാത്രം. ഓക്കെ, ഇനി റൗണ്ട് അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. ഇനി പോകുന്നത് തിരിച്ചു പോകുന്നത് നമുക്ക് അബ്രയുടെ സൈഡിൽ കൂടെ പോകാം. അപ്പോൾ അബ്രത്തെ കുറച്ച് കാഴ്ചകളും ഇന്നത്തെ ഇത് വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താം. അവിടെ ഒരുപാട് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണികൾ ആ ബീച്ച് ആ കോർണിഷ് ഏരിയയിൽ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പുഴയുടെ കുറച്ച് ഭാഗം മാത്രം തുറക്കാത്തുള്ളൂ. അപ്പോൾ ആ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു അടിപൊളി വീഡിയോസ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് അപ്പുറം അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇത് വന്നിട്ട് മെട്രോ കേട്ടോ. മെട്രോയുടെ വേറൊരു എൻട്രൻസ് ആണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള ബ്രിഡ്ജാണിത്. ഈ ഭാഗത്ത് ആണ് പാർക്കിന്റെ കുറച്ച് വീഡിയോസാണ് നമ്മൾ എടുത്തത്. വാഗമരങ്ങൾ പൂത്തിക്കുന്ന കാഴ്ച കണ്ടില്ലേ, ഇങ്ങനെയുണ്ട്, അടിപൊളി. ഇനി നമ്മൾ നേരെ പോകുന്നത് അബ്രയുടെ സൈഡിലത്തെ കാഴ്ചകളാണ്. അബ്രയുടെ ഫുള്ള് പണി കഴിയുന്നുണ്ടാലും ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യാം. അപ്പം ഈ വീഡിയോസ് കഴിയുന്നുണ്ട് നേരെ നമ്മൾ പോകുന്നത് അബ്രയുടെ സൈഡിലേക്ക്, അവിടുത്തെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ അബ്രയുടെ ആ ഒരു സൈഡിലേക്ക് വരാണ്. യൂണിയനത്തെ ഭാഗങ്ങളെല്ലാം ക്രോസ് ചെയ്ത് ഇവിടെ ഒരുപാട് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുതുതായിട്ട് റീന്യൂസിന്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ അബ്രയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം വർക്കെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ സൂപ്പർ ആയിട്ടാ, ഒരു രക്ഷയില്ലാത്ത സംഭവമാക്കിയിട്ടുണ്ട്. ഇവിടെ മീനെല്ലാം പിടിക്കുന്നുണ്ട് ആൾക്കാര്. എങ്ങനെയുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ സൂപ്പറാണ്. ഇവിടുത്തെ റിന്യൂവേഷന്റെ വർക്കെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഭാഗത്ത് കാണുന്നതാണ് അൽസീഫ് ബാർ ദുബായ്. ഇവിടെ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഓ, ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ചെറിയ മീനുകളാണ് ഉണ്ടല്ലേ. കച്ചറകൾ ഒരുപാട് വന്നിട്ടുണ്ട്. മീൻ ഇതിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ള അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് ടിങ് ടവർ ഒക്കെയാണ് ഈ കാണുന്നത്. അങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രം. വർക്കെല്ലാം കഴിഞ്ഞ് സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടുന്ന് വീഡിയോസ് ചെയ്ത് വരാം, അത് പിന്നീട് ചെയ്യാം. ഫുള്ള് വർക്ക് കഴിയുന്നുണ്ടാവില്ല. ഇപ്പൊ ഈ ഭാഗത്തൊന്നും അത്ര ഇത് കഴിഞ്ഞിട്ടില്ല. വർക്ക് ചെയ്യുക കുറച്ച് ഈ ഭാഗത്തായിട്ട് ഫുള്ള് നമുക്ക് കണ്ടു പോകാൻ പറ്റില്ല. ആ ഭാഗത്തൊക്കെ കുറച്ച് ഇതാക്കിയിട്ടിട്ടുണ്ട്, പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു അടിപൊളി വീഡിയോസ് ചെയ്യാം. ഓക്കെ, ആള് കുറവാണ്ടാ, ചൂട് കുറവിൻ്റെ ആ ഒരു ലക്ഷണമാണ് കാണുന്നത്. പക്ഷെ സ്കൈറ്റിംഗ് പഠിച്ചപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വ്ളോഗ് ചെയ്തിട്ട് പോവാ. അത് തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇത് ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇങ്ങനെ ഉണ്ടായത്. വ്ളോഗ് ചെയ്തിട്ട് ഇത് ഇതാകാൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സൈക്കിളുമ്പോൾ പോയിരുന്നു. സൈക്കിൾ ഇവിടെ ഒരുപാട് നിബന്ധനകളുണ്ട് കേട്ടോ.
എല്ലായിടത്തും കൂടി നമുക്ക് സൈക്കിള് പോകാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ഉണ്ട്. ഇത് സ്കേറ്റിംഗ് ആകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല, നമ്മൾ റോട്ടിൽ കൂടി അങ്ങനെ പോവാതെ ഇരുന്ന് മതി മാത്രം. ഇവിടെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം, ഇതെല്ലാം ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഉണ്ട് ഇവിടെ കുറച്ച് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് സംഭവം, സ്കൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. സ്പീഡ് സ്കൈറ്റിംഗ് അടുത്ത മാസമാണ്, അടുത്ത മാസം 1-ാം തീയതി, ജൂൺ 1-ാം തീയതി നമുക്ക് പ്രാക്ടീസ് അബുദാബി വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ. അതിൽ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നുള്ള പറയാൻ പറ്റില്ല. എല്ലാവിധ വീഡിയോസും ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാവിധ ഓൾറൗണ്ട് വീഡിയോസാണ്. അടിപൊളി കണ്ടോ, ഇത് ബോട്ട് സ്റ്റേഷനാണിത്. ദുബായ്ക്കും അൽസിഫിക്കും എല്ലാം ബോട്ട് പോകുന്ന സ്ഥലം. ഓക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയുള്ളതല്ല ചെയ്തിട്ടുള്ള കേട്ടോ. അല്ല ഈ ഒരു ഭാഗത്ത് അങ്ങനെ അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് അപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പുറത്തേക്ക് ന്യൂ ഉണ്ട്, ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. ആ പണി കഴിഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് നല്ലൊരു വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം രാത്രി ഒരുപാട് പേര് മീൻ പിടിക്കൂട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഇതിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് എന്തായാലും ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. ഇനി സ്കൈറ്റ് ചെയ്യണം ഞാൻ കാണണ്ടേ, അത് ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താം. ഓക്കെ സുഹൃത്തുക്കൾ, അങ്ങനെയാണ് സ്കൈറ്റ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കാണുന്നുണ്ട്. അങ്ങനെയുണ്ട് ഇതിൻ്റെ സ്കൈറ്റിങ്, നല്ല സ്പീഡ് സ്കൈറ്റിങ്ങും ജമ്പിങ് എല്ലാം ചെയ്യാറുള്ള സ്ഥലം കേട്ടോ ഞാനിത്. ഇവിടെ അതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. സ്കൈറ്റ് ചെയ്ത് പോകുന്ന കാഴ്ച അടിപൊളിയല്ലേ. അങ്ങനെ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ സ്കൈറ്റ് ചെയ്ത് പോകുന്ന കാഴ്ച കേട്ടാ. എങ്ങനെയുണ്ട്? ഇത് ആകെ ഒരു ബാലൻസിലും കിട്ടുന്നില്ല. എങ്ങനെയുണ്ട്? ഈ സെൽഫി സ്റ്റിക്കിന് അത്ര ഇത് കിട്ടില്ലാത്തത് കൊണ്ടാണ്, അതാണ് സംഭവം. പിന്നെ ഇങ്ങനെ എടുക്കണ്ട, നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഇത് കിട്ടണില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, വീഡിയോസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി വീഡിയോസ് അല്ലേ? ദുബായിലത്തെ ഇതുപോലത്തെ പല വീഡിയോസുകളാണ് നമ്മളെ ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ ചൂടിന് മുമ്പൊടിയായിട്ടുള്ള ചുവന്ന ദുബായ്, ആ ചൂടിനെ വരവേൽക്കാൻ വേണ്ടി ഒരു വാഗം മരങ്ങൾ പൂത്തു നിൽക്കുന്നു, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസ് സ്കൈറ്റിംഗ് മേലെ തന്നെ ആയിരുന്നിട്ടാ. അതെല്ലാം എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അബ്രാഡ സൈഡിലത്തതും പിന്നെ യൂണിയൻ ആ ഭാഗത്തെ കാഴ്ചകളും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോസ് തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയുണ്ട് വീഡിയോസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നമ്മളെ ചാനലിൽ ഇതേപോലത്തെ പല മിക്സഡ് വീഡിയോസുകളും ഒക്കെയാണ് ചെയ്യാറ്. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.